വയനാട് മാനന്തവാടിയിലെ ജനവാസ മേഖലയിൽ ഭീതി പടർത്തിയ കാട്ടാനയെ പിടികൂടാനുള്ള വനം വകുപ്പ് ദൗത്യം വിജയകരം. ആനയെ എലിഫന്റ് ആംബുലൻസിലേക്ക് മാറ്റി 2 തവണ മയക്കുവെടിയും 2 ബൂസ്റ്റർ ഡോസും നൽകിയ ശേഷം കുങ്കിയാനകളുടെ സഹായത്തോടെയാണ് തണ്ണീർക്കൊമ്പിനെ ലോറിയിലേക്ക് കയറ്റിയത്. ആനയെ കർണാടക രാമപുരയിലെ ക്യാമ്പിലേക്ക് കൊണ്ടുപോകും. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, 12 മണിക്കൂർ നീണ്ട ദൗത്യത്തിന് ഒടുവിൽ ആനയെ ഇപ്പോൾ ലോറിയിൽ കയറ്റിയിരിക്കുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ? ശിവദാസ്, നിലവിൽ 19 മണിക്കൂറായി വയനാടിനെ ഇത്തരത്തിൽ ഭീതിയിലാക്കിയ കാട്ടാനയാണ് നിലവിൽ 10 മണിയോടെ ഇത്തരത്തിൽ പിടികൂടിയിരിക്കുന്നത്. ഇന്ന് കൃത്യം 5:30 തന്നെ ആദ്യമായി ഈ കാട്ടാനയെ വനംവകുപ്പ് അധികൃതർ ആദ്യമായി മയക്കുവെടി വയ്ക്കുന്നു. തുടർന്ന് 6 മണിയോടെ തന്നെ മറ്റൊരു മയക്കുവെടി വയ്ക്കുന്നു. തുടർന്നും ഈ ആന മയങ്ങിയില്ല. പിന്നീടാണ് മണിക്കൂറുകളോളം ഈ ആനയെ നിരീക്ഷിക്കുന്നത്. തുടർന്ന് ഈ സമീപത്തേക്ക് കുങ്കിയാനകളെ എത്തിക്കുന്നു. വനംവകുപ്പ് അധികൃതർ തന്നെ ഈ ആനയ്ക്ക് സമീപം എത്തുന്നു. ഈ ആനയുടെ കാലിൽ വടം ഉപയോഗിച്ച് മുൻപത്തെ കാലും പുറകിലത്തെ കാലും ബന്ധിപ്പിക്കുന്നു. അതിനുശേഷമായിരുന്നു ഈ കുങ്കിയാനകളെ അവിടെ എത്തിച്ചിട്ട് ഇത്തരത്തിൽ ഈ ആനയെ മുന്നോട്ടെത്തിച്ചത്. അതോടൊപ്പം ഇത് ചതുപ്പ് നിലമായിരുന്നാൽ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് ഈ വനംവകുപ്പ് അധികൃതർക്കുണ്ടായത്. അതിനാൽ തന്നെ JCBയും അത്തരത്തിലുള്ള മണ്ണ് മാറ്റുന്ന യന്ത്രങ്ങളെല്ലാം ഉൾപ്പെടെ എത്തിച്ചായിരുന്നു ഈ ചതുപ്പ് മേഖലയ്ക്ക് സമീപം ആയിട്ടുള്ള ചെറിയ ഒരു കാടും ഉൾപ്പെടെയുള്ള ചെറിയ പ്രദേശമുണ്ട്. ആ പ്രദേശത്തെ കാട് ഉൾപ്പെടെ നീക്കം ചെയ്താണ് ഈ കാട്ടാനയെ നിലവിൽ ഇത്തരത്തിൽ ലോറിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. നമുക്കറിയാം, ഇത് കഴിഞ്ഞ ജനുവരി 16-ാം തീയതിയായിരുന്നു ഇത്തരത്തിൽ ഈ ആനയെ കർണാടകയിലെ വനംവകുപ്പ് അധികൃതർ പിടികൂടുന്നത്. തുടർന്ന് ഈ ആനയ്ക്ക് മേൽ റേഡിയോ കോളർ ഉൾപ്പെടെ ഘടിപ്പിക്കുന്നതും തുടർന്ന് ഈ കാട്ടാനയെ കേരള കർണാടക അതിർത്തി പ്രദേശത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. തുടർന്ന് ഇന്നലെ രാത്രിയോടെയായിരുന്നു തലപ്പുഴ വഴി എടവക പഞ്ചായത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷമായിരുന്നു ജനങ്ങൾ ഈ കാട്ടാനയെ കാണുന്നത്. പക്ഷേ പുലർച്ചയോടെ തന്നെ മാനന്തവാടിയിലെ നഗരപ്രദേശത്തിലേക്ക് ഈ ആന കടന്നു വന്നു. കോടതി പരിസരത്തേക്കും മെഡിക്കൽ കോളേജിന് സമീപത്തേക്കും എല്ലാം എത്തി. അതിനുശേഷമായിരുന്നു നിലവിൽ മണിക്കൂറുകളോളം നിലയുറപ്പിച്ചിരുന്ന ഈ വാഴത്തോട്ടത്തിലേക്ക് എത്തുന്നത്. 11 മണിയോടെ ഈ വാഴത്തോട്ടത്തിന് സമീപമുള്ള ചതുപ്പ് നിലത്തിലായിരുന്നു ഈ ആന ഉണ്ടായിരുന്നെങ്കിൽ ഉച്ചയോടെ ഇത് ഈ വാഴത്തോട്ടത്തിലേക്ക് എത്തുകയായിരുന്നു. തുടർന്ന് ഈ 2:30-യോടെയായിരുന്നു ഇത്തരത്തിൽ ഈ ആനയെ മയക്കുവെടി വയ്ക്കാനുള്ള ഉത്തരവിറങ്ങുന്നത്. ഈ ഉത്തരവിറങ്ങിയതിന് പിന്നാലെ ഈ ആന നിലവിലുണ്ടായിരുന്ന വാഴത്തോപ്പിൽ നിന്നും മാറി വീണ്ടും മറ്റൊരു പണിയ കോളനിയിലേക്ക് കടന്നിരുന്നു. ആ സ്ഥലത്തെത്തി വനംവകുപ്പ് അധികൃതർ പടക്കം പൊട്ടിച്ച് ആനയെ വീണ്ടും ഈ വാഴത്തോപ്പിലേക്ക് എത്തിക്കുകയായിരുന്നു. പിന്നീടാണ് 5:30-യോടെ ആദ്യമായിട്ടുള്ള ഒരു മയക്കുവെടി വയ്ക്കുന്നത്. തുടർന്ന് 6 മണിയോടെ വീണ്ടും മയക്കുവെടി വെച്ചു. പിന്നീടാണ് നിലവിൽ 10 മണിയോടെ ഈ ആനയെ പിടികൂടി നിലവിൽ ഈ ബന്ദിപ്പൂറിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ സ്ഥലത്ത് തന്നെ കർണാടകയിൽ നിന്നുള്ള സംഘമുണ്ടായിരുന്നു, വനംവകുപ്പിൻ്റെ സംഘമുണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിൽ നിലവിൽ ബന്ദിപ്പൂരിലേക്കാണ് ഈ ആനയെ മാറ്റിയിരിക്കുന്നത്.